അവരുടെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദൈവം കൂടിയാണ് നിങ്ങളുടെ ദൈവം. ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടതാണോ ഇത്ര വച്ച് ഞങ്ങൾക്ക് തരണമെന്ന്? വിശപ്പിന് വല്ലതും തന്നാൽ മതിയെന്നാണ്. The only thing that they said, give us something to eat. ദൈവം അങ്ങനെയല്ല കൊടുക്കാൻ തീരുമാനിച്ചത്. God did not decide to give us. ദൈവം അളന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. God decided to weigh and give. ഇവിടെ എത്ര പേരുണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അളവുണ്ട്. God knows how many people are available. കൊടുക്കാനൊക്കെ ഭക്ഷണം വരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തു. God waited for the appropriate food to come there. ആവശ്യത്തിനുള്ള ഭക്ഷണം ആരാമൻ പാനീയത്തിൽ വന്നപ്പോൾ ദൈവം ആളുകളെ കേൾപ്പിച്ചു. When the food was available there, God made that noise in the army. അവൻ കണ്ടുപിടിപ്പാൻ വേണ്ടി കുഷ്ഠരോഗികളെ ഉപയോഗിച്ചു. God used the lepers to do it. അങ്ങനെയാണെങ്കിൽ നാളെയും ദൈവം പറഞ്ഞൊരു ഉദ്ദേശമുണ്ട്. Remember tomorrow, if God tells there is a ഞാൻ ഒന്നുകൂടെ കാര്യം പറയട്ടെ. ഈ മനുഷ്യനെ കുഷ്ഠരോഗികളാക്കിയതും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഒന്നുകൂടെ കാര്യം Let me teach you one more thing. ഇരട്ടി പ്രാപിച്ച ഏലിയാവിന്റെ ദൈവദാസനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. We are happy to see the double spirit of Elisha. എന്നാൽ ഈ പടിവാതിലിൽ ഇരിക്കുന്ന കുഷ്ഠരോഗികളെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? But when you see the lepers at the gate, how would you say that? Praise the Lord. കർത്താവേ, ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഈ രണ്ട് പേരെയും. And to give the food, these two people were done by God. എന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ നിറയെ The message is in my heart today. എലീശയാണ് പറഞ്ഞത് നാളെ കൊടുക്കുമെന്ന്. Elisha said he's going to provide tomorrow. അങ്ങനെയാണെങ്കിൽ എലീശയല്ലേ ദൈവം ഉപയോഗിച്ചത്? So don't you think that Elisha was being used by God? No. It was not. എലീശ മാത്രമല്ല. It's not only Elisha. ഈ കുഷ്ഠരോഗികളെ ദൈവം ഉപയോഗിച്ചു. God also used those lepers. അവരെ പോയി കണ്ടുപിടിച്ച് വിവരം അറിയിച്ചത്. They were the one who went and came back with the message. നിന്റെ ആരോഗ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതാണ്. നിന്റെ രോഗം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവുണ്ട്. Even though in your sickness, God can do miracles. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യം തന്നത് മാത്രമല്ല രോഗം തന്നതും കർത്താവേ, say that we are thankful for the strength and also for the sickness. എല്ലാവരും എലീശയെ ഈ വിഷയത്തിൽ പുകഴ്ത്തി പറയും. Everybody will praise Elisha for this. കാരണം കാണുമ്പോൾ രോഗമില്ല, ആത്മശക്തിയുണ്ട്. Because when you see at him, there is no sickness, but he has double spirit. എന്നാൽ പലരും ഈ കുഷ്ഠരോഗികളെ മറക്കും. But many people forget these lepers. ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ എലീശയെക്കാൾ ദൈവം ഉപയോഗിച്ചത് ഈ കുഷ്ഠരോഗികളെ. But I want to say that even in Elisha's life, the more important thing is for the lepers. ഹല്ലേലൂയ. നിന്റെ പ്രയാസങ്ങളിൽ കൂടി ദൈവം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. Even in the midst of your sufferings, God will work for you. ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്തിനാണ് ദൈവം പലപ്പോഴും നമ്മെ പടിവാതിലിൽ My brothers, why does God keep us as lepers? Glory, hallelujah. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും യേശുവേ, hallelujah. Why do we face a lot of problems and sufferings in our life? ദൈവത്തിന് അതിൽ കൂടി മഹത്വം എടുക്കാം. Because to that he needs to glorify himself. Praise the Lord. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സമൃദ്ധിയുള്ളപ്പോൾ നാം അറിയാത്ത പലതും ഹല്ലേലൂയ ഹല്ലേലൂയ Many ഹല്ലേലൂയ. times when we are in our full richness, we do not remember, but you remember that when we do not. നമുക്ക് നന്മയും അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ അധികം അറിവ് നമ്മുടെ പ്രയാസങ്ങൾ നമുക്കറിയാം. We will learn a lot in our suffering than in our blessings. Praise the Lord. Hallelujah. യേശുവിന് വിശന്നപ്പോഴാണ് യേശു പറഞ്ഞത്, കർത്താവേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു. When Jesus was hungry, it was written, it's not man only lives by bread. നിനക്ക് ചില ആളുകൾ ലഭിക്കുന്നത് നിന്റെ കഷ്ടതയിൽ കൂടിയാണ്. Some things that you learn in your lives is through your sufferings. യോബിന്റെ കഷ്ടതയിൽ കൂടിയാണ്. ഹല്ലേലൂയ. From Job's sufferings, അവൻ പല കാര്യങ്ങൾ മനസ്സിലാക്കി. he learned a lot of things. Praise the Lord. സ്തോത്രം സ്തോത്രം. ലോകത്തിലെ ബന്ധങ്ങൾ ഇത്രയുള്ള നീയോ എങ്ങനെയാണ്? ഹല്ലേലൂയ. How did Job know the relation in the world is only so much? സ്നേഹിക്കുന്ന മക്കൾ, The children who loved him,
സഹായിക്കുന്ന സമ്പത്ത്, the wealth that supported him, ആശ്വാസം കൊടുക്കേണ്ട ഭാര്യ, the wife who needs to console him, ആശ്വസിപ്പിക്കുന്ന സ്നേഹിതന്മാർ, the friends who needs to console him as well, ബലത്തോടെ നിൽക്കാൻ കരുത്ത് കൊടുക്കുന്ന ആരോഗ്യം, the strength which needs to keep his body. ഇതൊക്കെ ഇത്രയേ ഉള്ളെന്ന് ഇയ്യോബേ നീ എങ്ങനെ മനസ്സിലാക്കി? How did Job know this is only for a period? ഇത്രയും കഠിന രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ അതറിയത്തില്ലായിരുന്നു. He would not have realized it. It was sickness that സ്തോത്രം touched him. സ്തോത്രം ആ മനുഷ്യൻ അത്രയും വന്നില്ലായിരുന്നെങ്കിൽ അത്രയും കാര്യം നാം അറിയത്തില്ലായിരുന്നു. We would have not known about it if Job did not suffer from that. ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും വായിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഇത്രയും അറിവ് ഈ മനുഷ്യന് എങ്ങനെ കിട്ടി? When we read the book of Job, we would not even realize how did he gain this wisdom. വേദപുസ്തകത്തിലെ അതേ ജ്ഞാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകം. Lot of understanding and wisdom can be obtained from the book of Job. Praise the Lord. സഹോദരങ്ങളെ, ഈ അറിവ് എവിടെ നിന്ന്? My brethren, from where did he get this wisdom? ഹല്ലേലൂയ. Hallelujah. അവന്റെ കഷ്ടത. It is because only of his suffering. നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ നശിപ്പിക്കാനുള്ളതാണ്. Our problems does not destroy us. അതിനോട് ദൈവത്തിന്റെ പ്രവൃത്തി. It is through Hallelujah. God's word to be done. ആ പ്രവൃത്തി മനസ്സിലാക്കുന്നവനാണ് ഭാഗ്യവാൻ. The person who realizes it, he is a blessed man. അത് മനസ്സിലാക്കുന്നവൻ പറയും, വിശന്നതിനായി, രോഗം വന്നതിനായി, അപമാനമേറ്റതിനായി ദൈവമേ അങ്ങേക്ക് സ്തോത്രം. The same person will praise God amidst of all his suffering and sickness. ഞാൻ പഠിപ്പിച്ച ദൂതിന്റെ പ്രധാന ആശയം ഇങ്ങനെയാണ്. The main point of this message is, യേശു ജീവിച്ചിരുന്നാലും, even though Jesus lived in this world, ഇരട്ടിപ്പങ്ക് പ്രാപിച്ച എലീശ ജീവിച്ചിരുന്നാലും, even though double the spirit received by Elisha is ഈ alive, ലോകത്തിൽ മനുഷ്യർക്ക് കഷ്ടതയുണ്ട്. there is suffering for each. നീ ദൈവമകനായി തീർന്നത് കൊണ്ട് ഈ ലോകത്ത് നിന്റെ കഷ്ടത തീരുന്നില്ല. Because you are God's child, your suffering do not end here. Praise the Lord. സ്തോത്രം. എന്നാൽ ഈ കഷ്ടതയുടെ ഉദ്ദേശം ഹല്ലേലൂയ. ദൈവമക്കൾക്ക് കഴിയും. But we should be able to Hallelujah. understand the Hallelujah. reason why we are suffering. ദൈവത്തെ ചോദ്യം ചെയ്യരുത്. കർത്താവേ. ഇപ്പോഴെന്താ പ്രവർത്തിക്കാത്തത്, നാളേക്ക് മാറ്റി വെച്ചത് എന്ത്? We should not question God, why is it not happening today and he put it for tomorrow. ദൈവത്തിന് അതിൽ പ്രവർത്തിക്കാം. God has a Hallelujah. plan to that. കർത്താവേ, അങ്ങ് എന്ന് തീരുമാനിക്കുന്നു. Oh, അതിനായി സ്തോത്രം. ഹല്ലേലൂയ. And ഹല്ലേലൂയ. God, for ഹല്ലേലൂയ. everything that God is going to do, അതിനായി സ്തോത്രം. and ഹല്ലേലൂയ. God for everything. ഈ ദൂതനെ ഇന്ന് രാത്രി ഏറ്റെടുക്കൂ. കർത്താവേ സ്തോത്രം സ്തോത്രം നമ്മുടെ വീട്ടിൽ, സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. നാം അനുഭവിക്കുന്ന ഹല്ലേലൂയ. എല്ലാറ്റിനും ദൈവത്തിന് Lord, Irrespective of hallelujah. anything we Hallelujah. suffer in this Hallelujah. family, God has a purpose. യേശുവേ. അനുഗ്രഹത്തിനായ സമർപ്പണം. I submit for your will. അങ്ങനെ ഇഷ്ടം എന്ത് അതിനായി സമർപ്പണം. I submit everything for your will. യേശുവേ. കർത്താവിനെ ഈ വചനങ്ങളാൽ സഹായിക്കും. May God bless us with His word.